ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നേരെ ഇറാഖിൽ വധശ്രമം. 2021 ഇറാഖിലെ മൊസൂൾ സന്ദർശനത്തിനിടെയാണ് മാർപ്പാപ്പയ്ക്ക് നേരെ വധശ്രമമുണ്ടായത്. ഹോപ്പ് എന്ന തൻ്റെ ആത്മകഥയിലൂടെയാണ് മാർപ്പാപ്പ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. മൊസൂൾ സന്ദർശനത്തിനിടെ ഒരു വനിതാ ചാവേറും ഒരു യുവ ചാവേറും സ്ഫോടന വസ്തുക്കൾ നിറച്ച ട്രക്കും ആക്രമണത്തിന് നീങ്ങുന്നതായി ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിവരം നൽകി. തുടർന്ന് ഇറാഖി പോലീസ് അവരെ തടഞ്ഞതിനാൽ അവ ലക്ഷ്യത്തിൽ എത്തും മുൻപ് പൊട്ടിത്തെറിച്ചു. അടുത്ത ദിവസം സുരക്ഷയ്ക്ക് നിൽക്കുന്ന ജെൻഡർമുകളോട് ആ ബോംബർമാരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പോയി ഇറാഖി പോലീസ് അവരെ തടഞ്ഞു നിർത്തി സ്ഫോടനം നടത്തി എന്ന മറുപടിയാണ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചത്. എന്നാൽ അത് തന്നെ വളരെയേറെ വിഷമിപ്പിച്ചു എന്നും ഇത് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖമാണെന്നും മാർപ്പാപ്പ പറയുന്നു. മാർപ്പാപ്പയുടെ 88ാം പിറന്നാൾ ആഘോഷത്തെ തുടർന്ന് പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ 2 ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ ഇറ്റലിയുടെ കൊറിയേറെ എല്ല സെറാറാൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച ഭാഗത്താണ് അദ്ദേഹത്തിന് നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. പോപ്പിന്റെ ഹാസ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഭാഗം ഗസ്റ്റ് എസ്സേ എന്ന പേരിൽ മറ്റൊരു പത്രമായ ന്യൂയോർക്ക് ടൈംസ് അതിന്റെ ഒപ്പീനിയൻ പേജിൽ പ്രസിദ്ധീകരിച്ചു. ന്യൂയോർക്ക് ടൈംസ് ഗസ്റ്റ് എസ്സേ എന്ന പേരിൽ മാർപ്പാപ്പയുടെ വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഇത് 2ാം തവണയാണ്. 2025 മഹാജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി 14 80ലേറെ രാജ്യങ്ങളിൽ മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പ്രകാശനം ചെയ്യും. പത്രപ്രവർത്തകയായ കാർലോ മുസോയ്ക്കൊപ്പമാണ് ഹോപ്പ് ദി ഓട്ടോബയോഗ്രഫി എന്ന പുസ്തകം എഴുതിയത്. കൊച്ചുകുട്ടികളുടെ പുഞ്ചിരി നമ്മെ വീണ്ടെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അവർ തൻ്റെ ഗുരുനാഥന്മാരാണെന്നും അവരെ കണ്ടുമുട്ടുന്നത് പോലെ മറ്റൊന്നും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം മനുഷ്യത്വം ഉപേക്ഷിക്കുന്നവർ മറ്റെല്ലാം ഉപേക്ഷിക്കുന്നുവെന്നും അദ്ദേഹം എഴുതുന്നു.